ജോൺ ബ്രിട്ടോ പുണ്യാളൻ്റെ തിരുനാളെന്ന് പറയുമ്പോൾ അത് മനസ്സിൽ ഒരുപാട് ആനന്ദവും സന്തോഷവും തരുന്ന ഒരു തിരുനാളാണ്. എനിക്ക് പ്രദക്ഷിണത്തിനെ കുറിച്ചാണ് പറയാനുള്ളത്. വെള്ള വസ്ത്രങ്ങൾ ധരിച്ച് ഭക്തി നിർഭരമായിട്ട് ജനങ്ങൾ നടന്നു പോകുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. എൻ്റെ വീട്ടിൽ എൻ്റെ പപ്പ പ്രദക്ഷിണത്തിന് ചുവന്ന കളറിൽ പേപ്പർ വാങ്ങിച്ചിട്ട് അത് കട്ട് ചെയ്ത് തോരണം ഉണ്ടാക്കിയിട്ട് അതിങ്ങനെ കയറിൽ ചുറ്റും ഒട്ടിച്ച് സ്ക്വയർ പോലെ ചുറ്റും ഒട്ടിച്ച് വെച്ചിട്ട് അതിനകത്ത് രൂപം വയ്ക്കും. എന്നിട്ട് പടക്കം പൊട്ടിക്കണമെന്നുള്ള പപ്പായുടെ ഒരു ആഗ്രഹമാണ്. അത് എല്ലാ വർഷവും അത് മുടങ്ങാതെ തന്നെ ചെയ്യുമായിരുന്നു. പടക്കം പൊട്ടിക്കുമായിരുന്നു വീട്ടിൽ. പിന്നെ നമ്മുടെ പ്രദക്ഷിണം തെക്കോട്ട് വരുമ്പം അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ വരുമ്പം ഒരുപാട് ഹൈന്ദവരായ സഹോദരങ്ങൾ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ വിളക്കുകളെല്ലാം നിരത്തി വെച്ച് അവർ നമ്മുടെ പുണ്യാളനെ വരവേൽക്കാനായിട്ട് കാത്തു നിൽക്കുന്ന ആ ഒരു കാഴ്ച കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് ഹൃദയവും നിറയും. നമ്മുടെ ശക്തികുളങ്ങരയുള്ള മക്കൾ എവിടെ പോയാലും നമ്മുടെ പുണ്യാളനെ മറക്കില്ല. അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഞങ്ങളിവിടെ ഇസ്രായേലിൽ ഫെബ്രുവരി 8-ാം തീയതി പുണ്യാളൻ്റെ തിരുനാൾ ആഘോഷിക്കാൻ ഒരുങ്ങുകയാണ്. ഈ ഇസ്രായേലിൽ വർക്ക് ചെയ്യുന്ന എല്ലാ മക്കളും കൂടെ ഒന്ന് ചേർന്ന് ഞങ്ങൾ സാഘോഷം അത് ആഘോഷിക്കും. എല്ലാവർക്കും പുണ്യാളൻ്റെ എല്ലാവിധമായ അനുഗ്രഹങ്ങളും ആശംസകളും തിരുനാളിൻ്റെ എല്ലാ ആശംസകളും ഞാൻ നേരുന്നു.